നമസ്കാരം പ്രിയമുള്ളവരെ. പേരാമ്പ്രയിൽ 3 അധ്യാപികമാർ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി എന്നൊരു വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്ത വളരെ ആശങ്കാജനകമാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ മക്കളെയൊക്കെ വളരെ വിശ്വസിച്ചാണ് നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുന്നത്. ചുറ്റുപാടുകളിൽ എവിടെയൊക്കെയെങ്കിലും മയക്കുമരുന്നിൻ്റെ വ്യാപനവും കച്ചവടവുമൊക്കെ ഉണ്ടായാൽ നമ്മൾ സ്കൂളുകളെങ്കിലും അതിൽ നിന്ന് മുക്തമായിരിക്കുമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ ആഴം പരിശോധിക്കുകയാണെങ്കിൽ സ്കൂളുകൾ വരെ സുരക്ഷിതമല്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പേരാമ്പ്രയിൽ 3 അധ്യാപികമാർ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്ന വസ്തുതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇവർ ഉപയോഗിക്കുക മാത്രമല്ല, ഉപയോഗിച്ചു എങ്കിൽ വലിയ പ്രശ്നമല്ല. കാരണം അവരുടെ ശരീരത്തിനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസ്സിനും മാത്രമേ കേടുണ്ടാകൂ. പക്ഷേ ഇവരിപ്പോൾ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിട്ടുണ്ടെന്ന രീതിയിലാണ് ചർച്ചകളൊക്കെയും വരുന്നത്. എന്തായാലും മാധ്യമ റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. കാരണം ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആൾ അത് ആളുകൾക്ക് കൊടുക്കുക, ആ വാങ്ങുന്ന ആൾ ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ നിക്ഷേപിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇവർ മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉയരുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ വളരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം. കാരണം അവരൊരിക്കലും പുറത്തു പോകുവാൻ ജയിൽ നിന്ന് പുറത്തു പോകുവാൻ പാടില്ല. അത് നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന വലിയ ഒരു പാതകമായിരിക്കും. എന്തായാലും സ്വയം നശിക്കുക മാത്രമല്ല, സമൂഹത്തിൽ വാഗ്ദാനമായ, ഭാവിയുടെ വാഗ്ദാനമായ, രാഷ്ട്രത്തിൻ്റെ വാഗ്ദാനമായ വിദ്യാർത്ഥികളെ നശിപ്പിക്കുന്നതിന് ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് വ്യാപനം അല്ലെങ്കിൽ വ്യാപാരം നടന്നിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇത് വിറ്റിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷേ അവർക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആൾ വിറ്റു പോകുന്നു, വാങ്ങുന്ന ആൾ ഈ അധ്യാപകമാരുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ ഇടുന്നത് എന്നാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ, മാധ്യമ റിപ്പോർട്ടുകൾ, വിശകലനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷം വളരെ വ്യാപകമായ രീതിയിലുള്ള വേട്ടയാണ് മയക്കുമരുന്ന് വ്യാപനവുമായി ബന്ധപ്പെട്ട് നടന്നത്. പക്ഷേ എത്രത്തോളം സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്ത വണ്ണം നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്ന് വ്യാപാരം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഒരു ദിവസം ദൃശ്യമാധ്യമങ്ങളോ അല്ലെങ്കിൽ വാർത്തയോ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4 5 ഒന്നുമല്ല, അതിലധികം പ്രശ്നങ്ങൾ മയക്കുമരുന്ന് വ്യാപനവും ഈ മദ്യപാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകാം. കഴിഞ്ഞ ദിവസമാണ് വെമ്പായത്ത് ബാറിൽ മദ്യപിക്കുന്നതിനിടയിൽ ഉണ്ടായ ചെറിയ കശപിശയ്ക്കിടയിൽ എന്തോ ചെറിയ പ്രശ്നത്തിന് 2 ഗ്രൂപ്പുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. അതിലൊരാൾ പുറത്തുപോയി പെട്രോൾ വാങ്ങിച്ചു വന്ന എതിരാളികളുടെ പുറത്ത് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്നു. അങ്ങനെ 2 പേർ മരിക്കുന്നു. മൂന്നാമതൊരാൾ അതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ കൂടി ചെയ്യുന്നു. അത്രമേൽ നമ്മുടെ സംസ്ഥാനത്തെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ മദ്യം നമ്മുടെ സർക്കാരിന് കൂടുതൽ ആദായം കൊടുക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ടായിരിക്കാം മദ്യത്തിൻ്റെ വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ സർക്കാരുകൾ അത് സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ടയാണ് നടക്കുന്നത്. അദ്ദേഹം തൂഫാൻ എന്നു പേരിട്ട മയക്കുമരുന്ന് വേട്ട വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നും അതിന് സഹകരണം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം കഴിവുള്ള ആഭ്യന്തരമന്ത്രിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നപ്പോഴും ഈ വട്ടിപ്പലിശക്കാർക്കെതിരെ അദ്ദേഹം വലിയ നടപടികൾ എടുത്തിരുന്നു. അന്ന് കുബേര എന്ന് പേരിട്ട അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഒരുപാട് ആളുകൾ പലിശയ്ക്കൊക്കെ പൈസ വാങ്ങി കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പുതിയ ഒരു സാധാരണ ജനങ്ങൾക്ക് ആശ്വാസമായ തൂഫാൻ എന്ന ഒരു മയക്കുമരുന്ന് വേട്ടയുമായി മുന്നോട്ട് വരുന്നു എന്നതും പ്രതീക്ഷാദായകമാണ്. പക്ഷേ ആ സംവിധാനങ്ങൾക്കൊക്കെ കഴിയുന്നതിനും അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ വേരൂന്നിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ചില റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അവരുടെ അമ്മമാരെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെടുന്നു. മിക്കപ്പോഴും അമ്മമാർ അവരുടെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നു. ചില അമ്മമാർ മക്കളെ പേടിച്ച് വീട്ടിൽ പോകാതെ ഒക്കെ കഴിയുന്നു. സഹോദരിമാരെ അങ്ങനെ ഒരു വ്യൂവിൽ കാണുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് എത്രത്തോളം അപകടകരമാണ് എന്നൊരു വസ്തു നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ലൈംഗിക അരാജകത്വവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ നാട് വഴുതി വീഴുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതികൾക്കൊക്കെയും പൊതുജനങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ഞാൻ പ്രവാസിയായിരുന്ന ഒരാളാണ്, ദീർഘകാല പ്രവാസിയായിരുന്ന ആളാണ്. ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം, സെറ്റിലായതിനു ശേഷം പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ, മാതാപിതാക്കന്മാർ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം ഈ നാട്ടിലെ ഈ മയക്കുമരുന്ന് വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളെ
കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കുന്നു എന്നതിൽ ഓരോ മാതാപിതാക്കളും ആശങ്കാജനകരാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ടുള്ള 2-3 കേസുകളിലൊക്കെ ഈ മയക്കുമരുന്ന് കേസിൽ പ്രതിയാകുന്ന ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടും എന്നുള്ളൊരു പ്രഖ്യാപനം, അത് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെയൊക്കെ തുനിഞ്ഞിറങ്ങുന്നത് പെട്ടെന്ന് പണക്കാരനാകാം, പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ളൊരു മാർഗം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കച്ചവടത്തിനിറങ്ങുന്ന ആളുകൾ 2-3 കേസിലൊക്കെ പെട്ടാൽ അവരുടെ സ്വത്ത് കണ്ടുകിട്ടിയത് സർക്കാരിൽ ചേർക്കും എന്ന തീരുമാനം അത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെയുള്ള കാര്യക്ഷമമായ കുറച്ചുകൂടി നടപടികളുണ്ടായാൽ ഈ മയക്കുമരുന്ന് വ്യാപാരം അത് ഏകദേശം നമുക്കിവിടെ കുഴിച്ചുകൂടുവാൻ കഴിയും എന്നതാണ് വസ്തുത. പക്ഷേ ഹൈഡായിട്ട് നമ്മൾ മിക്കപ്പോഴും മാന്യന്മാരെന്ന് എഴുതുന്ന പലരും ഈ വ്യാപാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അധ്യാപകർ ഒക്കെ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു വലിയ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. കഞ്ചാവ് ചെടി ഉപയോഗിച്ച് അദ്ദേഹം ചമ്മന്തി അരച്ച് കഴിക്കുമെന്നാണ് പറയുന്നത്, പാലിൽ കലക്കി കുടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്ത് റെയ്ഡ് നടന്നപ്പോൾ ഈ പോലീസ് വരുന്നത് കണ്ട് കഞ്ചാവൊക്കെ അദ്ദേഹം കുക്കറിൽ ആക്കി അടുപ്പത്ത് വെച്ചു. പോലീസ് റെയ്ഡ് ചെയ്യുന്നതിനിടയിൽ കുക്കറിൽ കിടന്ന സാധനം വെന്തു. അപ്പോൾ വിസിലടിച്ചു, മണമടിച്ചു. അങ്ങനെ പോലീസ് അത് കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞു, പിടിച്ചു. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകൾ മുതൽ താഴെത്തട്ടിലുള്ള ആളുകൾ വരെ ഇത്തരം കഞ്ചാവ് ഉൾപ്പെടുന്ന, പിന്നെ സിന്തറ്റിക് കഞ്ചാവ് താരതമ്യേന പ്രശ്നം അല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കഞ്ചാവിനേക്കാൾ അപകടകരമായ സിന്തറ്റിക് പോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ, നമ്മുടെ യുവതലമുറയോട് സംവദിച്ചില്ലെങ്കിൽ അവർ അപകടകരമായ ഒരു തലത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള മയക്കുമരുന്ന് വ്യാപനം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, ഈ ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അടിസ്ഥാനങ്ങളിലുമൊക്കെ ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ ഉണ്ടാകേണ്ടതാണ്. ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് ആരും അറിയാതെയെങ്കിലും, പ്രത്യേകിച്ചും അവർക്ക് തങ്ങളുടെ മാതാപിതാക്കന്മാരുമായിട്ടൊക്കെ ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിന് തടസ്സമുണ്ടാകും, അവർക്ക് സന്ദർശിക്കുവാൻ പറ്റുന്ന രീതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെങ്കിലും ഈ കൗൺസിലിംഗ് സെൻ്ററുകളൊക്കെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ ഇതൊക്കെ കുറയ്ക്കാം. ചില കുട്ടികളൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായി സുഹൃത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായൊക്കെ ഇതിൽ വഴുതി വീഴുന്ന ആളുകളാണ്. പിന്നീട് നിർത്താൻ പറ്റാത്ത വിധം അവരെ അത് അഡിക്റ്റാക്കി കളയും. അങ്ങനെയുള്ള കുട്ടികൾക്ക് പോയി കൗൺസിലിങ്ങിനൊക്കെ പങ്കെടുത്ത് അവരുടെ ഈ ദുസ്വഭാവം മാറ്റുവാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഈ പഞ്ചായത്ത് തലത്തിൽ വേണ്ടതാണ് എന്നാണ് എൻ്റെ നിർദ്ദേശം. എന്തായാലും രമേശ് ചെന്നിത്തലയെ പോലെ കേപ്പബിളായിട്ടുള്ള ഒരു മന്ത്രി ഇതൊക്കെ ശ്രദ്ധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.